ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാളേക്കൽ ഫാമിലി ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബർത്ത്ഡേയുടെ ഒരു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. എന്ത് വ്ളോഗാന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഇപ്പോൾ 2 കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തും കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായിരിക്കും? അടുത്തതായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടി കേക്ക് എടുത്ത് മുഖത്ത് തേക്കൽ. അതെങ്ങനെയുണ്ട്? ഫുഡ് പാഴാക്കാൻ പാടില്ല. അതെ, ഫുഡ് പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല. പകരം നമ്മൾ കുറച്ചധികം ഗിഫ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം ഗിഫ്റ്റ് ആവണമെന്നില്ല. പക്ഷെ നോക്കാം, ആവാം. ഓക്കെ. അപ്പോൾ ഓരോന്നായിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. ഗിഫ്റ്റുകൾ എടുത്ത് തുടങ്ങിക്കോളും. ആദ്യം ഏതെടുക്കണമെന്ന് തീരുമാനിക്കുക, അത് പൊട്ടിക്കുക. തൂക്കിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഗ്രീൻ ബോക്സ്. ഓക്കെ, എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ലെറ്റ്സ് അൺബോക്സ് ദ ഫസ്റ്റ്. പേപ്പർ വലിച്ചത് എൻ്റെ കുട്ടി പണ്ടേ മേടിക്കുക. എന്തായിരിക്കും അകത്ത്? എന്തായിരിക്കും? എനിക്കസ് ഓർണമെന്റ്സ്. ഓക്കെ, എന്താണ്? പാക്കറ്റ് പൊട്ടിപ്പോയി ഗൈസ്. നോ ഇഷ്യൂ, നമുക്ക് അടച്ചു വെക്കാം ഗൈസ്. ഓക്കെ, ഫൈൻ. ദിസ് ഈസ് ദി ഫസ്റ്റ് ഗിഫ്റ്റ്. ഇപ്പോൾ ഒരുപാട് കമ്മലുള്ളൊരു സെറ്റാണ്. ഒരു കാണിച്ചു. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബിലോ. ലിങ്ക് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഗിഫ്റ്റ് വേണോ വേണ്ടേ? അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. വേണമെങ്കിൽ നിനക്ക് വേണമെന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് നോക്കാം. ബ്ലാക്ക് ഉണ്ടോ? ബ്ലാക്കോ? ഇല്ല. ഗ്രീൻ ഗോൾഡൻ ആപ്പിൾ വേണ്ട. ഓക്കെ, അപ്പോൾ അത് നീ എടുത്തു. ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റ്. വൺ. Again the green box. ഓക്കെ, എടുത്തോ, പൊട്ടിച്ചോ. എന്തായിരിക്കും? ഇത് കാലിപ്പെട്ടിയാണ്. കാലിപ്പെട്ടി. കഷ്ടപ്പെട്ടവള് പാക്ക് ചെയ്ത സാധനമാണ് ഇവിടെ വലിച്ചു കീറുന്നത്. നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. പാക്ക് ചെയ്തതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കേണ്ടിയായിരുന്നു, ബിഹൈൻഡ് ദ സീൻസ്. പൊളിക്ക്. കാലിപ്പെട്ടിയല്ലേ, എളുപ്പമല്ലേ പൊളിക്ക്. അയ്യോ, അങ്ങനല്ല. അവിടെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കർ, രണ്ടാമത്തെ സ്റ്റിക്കർ. ഇങ്ങനെ വാതിൽ പോലെ തുറക്കും. മണ്ടയ്ക്കാണ് വാതിൽ പോലെ. എന്താണത്? കാലിപ്പെട്ടിയാന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടിയത്? ഇത് വേണോ വേണ്ടെന്ന് ഇപ്പം തീരുമാനിക്കാം, പൊളിക്കുന്നതിന് മുമ്പ്. ഇത് നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. നീ പലപ്പോഴും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സാധനങ്ങൾ. ഇത് നിനക്ക് ഫേവറേറ്റ് സാധനമാണ്. നീ ഇത് യൂസ് ചെയ്യാറുണ്ട്, ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി അല്ല, ഡെയിലി ഒരു 4 ടൈംസ് ഒക്കെ 4 ടൈംസ് യൂസ് ചെയ്യാറുണ്ട്. നിനക്ക് വേണോ വേണ്ടേ? വേണം. എന്തുമായിരിക്കും അത്? ഇറ്റ്സ് എ പെർഫ്യൂം. ഞാൻ പൊളിച്ചു നോക്കിയില്ല. ബെല്ലാവിറ്റയുടെ ഓൾറെഡി ഓക്കെ ആണ് പ്രൊഡക്ട്സ്. ഇത് വൈറ്റാണ്, ബെല്ലാവിറ്റ വൈറ്റാണ്. ആ താഴെ ഒരു ഇത് കാണും. ഇത് ഈ സംഭവം ഇങ്ങനെ പൊളിക്കുക.
പൊന്നി അത് പെർഫ്യൂമെന്ന് വീഴും. കേട്ടപ്പം കുട്ടിക്ക് ആക്രാന്തം കൂടി പിടിച്ച മോളെ. ദേ ഇവിടെ ഈ ടൊയിൻ കണ്ടോ നീ? ഈ ടൊയിൻ ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോഴത്തേക്കും ഈ സാധനം മേപ്പോട്ട് പൊങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുക്കാം. കാണിക്കാം അവരെ കാണിച്ചു കൊടുക്കാം. വീട് പ്രൊമോഷനാണ് ഗൈസ്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ്. ഇനി അടുത്ത ബോക്സ് ചൂസ് ചെയ്തോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ ഇപ്പം എത്ര എണ്ണം പൊട്ടിച്ച്? 1, 2, 4 എണ്ണേ പൊട്ടിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ ഇനി അപ്പം 2 എണ്ണവും കൂടെ എടുക്കാൻ പറ്റും. ബാക്കി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോന്നും നോക്കുക, തൂക്കിയൊക്കെ നോക്കുക. എന്നിട്ട് ചില വെയിറ്റ് ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്. കൂട്ടത്തിലേക്ക് ഏറ്റവും വെയിറ്റ് ഉള്ള സാധനം അവർ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ കല്ലായിരിക്കും. അത് അരയിലാണോ എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇവളിത് ഇവിടെ എടുത്തു വെക്കാൻ എന്നെ ഏൽപ്പിച്ച് ഞാനിത് വളരെയധികം കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാ വന്നത്? ഇത് പൊക്കാനാണോ? ഓക്കെ, എന്താണത്? അതിൻ്റെ ഉള്ളിൽ എന്താണ്? നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. എന്താണിത്? പറയൂ. 2 എണ്ണം ഉണ്ട് ഗൈസ്. എന്താണിത്? എന്താണിത്? പറയൂ. ഡംബലാണ് ഗേൾസ്, ഡംബലും ഇവളും തമ്മിലൊരു ആത്മബന്ധമുണ്ട്. ആ കഥ ഞാൻ പിന്നീട് പറയാം. ആ കഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ചെയ്തല്ലോ. നീ കമന്റ് ചെയ്യത്തില്ല, ഞാൻ പറയുന്നു. ഇതാണ് നമ്മുടെ മെയിൻ. ഓക്കെ, 2 kg ആണ്. 2 kg ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ റെഡ് ആണ് എടുത്തത്. ഓറഞ്ച്. ഇനി ഒരു 4 ഗിഫ്റ്റ് ഉണ്ട്. ഇതില് ഒരെണ്ണം കൂടെ പൊട്ടിക്കാം. 5 ഗിഫ്റ്റ് ഉണ്ട്. ഇതിൽ നിനക്ക് ഒരെണ്ണം കൂടെ പൊട്ടിക്കാം. അതിന് ഇഷ്ടമുള്ള എടുക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. വേറെയുണ്ട് ബോക്സ്. വേണ്ട, ഒന്നും വേണ്ട. അപ്പം ആക്ച്വലി അവളെ കൺഫ്യൂഷനില്ല. ഞങ്ങൾ ഇനി എന്ത് പണിയാ കൊടുക്കുന്നേ. ഓക്കെ, സെലക്ട് ആക്കിയോ? ലാസ്റ്റത്തെ ഇല്ലേ? കുലുങ്ങുന്നില്ലല്ലേ? തേങ്ങയല്ല കുലുക്കി നോക്കി എടുക്കാനായിട്ട്. ഫൈനൽ. ഓക്കെ, ഇപ്പൊ ഫൈനൽ ഇതാണ് ചെയ്തേക്കുന്നത്. ബാക്കി ഇതൊക്കെ ഞാൻ നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കുകയായിരിക്കും. പൊട്ടിച്ചോ വലിച്ചു കീറും. വലിച്ചു കീറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതിയേണ്ട ആവശ്യമില്ലായിരുന്നു. ആക്ച്വലി വേറൊരു പ്രൊഡക്റ്റും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ കുറച്ച് ശ്രദ്ധ കുറഞ്ഞുപോയി. ഒരെണ്ണം എടുക്കുന്ന സ്ഥാനത്ത് ഞാനൊരു 2 എണ്ണം എടുത്തു. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അത്ര പോരാൻ തോന്നി. ഞാൻ റിട്ടേൺ കൊടുത്തേക്കും. സിമ്പിൾ, നമുക്ക് ജസ്റ്റ് കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ്. ലാസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു ടോപ്പ് കൊണ്ടുവന്നപ്പോൾ ഇത് അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു.
അപ്പം ഞാൻ അതിന് പകരമായിട്ട് ബുക്കാക്കിയതാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ. ആർ യു ഹാപ്പി? യെസ്. ഇതാണ് പിന്നെ അല്ലാതെ ഇറക്കുമതി ചെയ്ത ഗിഫ്റ്റൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യൽ ആ ബട്ടർഫ്ലൈ, സിപ്പ് ബട്ടർഫ്ലൈ നൈസല്ലേ. പിന്നെ അടുത്ത ഗിഫ്റ്റ് അവൾ എടുത്തിട്ടുണ്ട്, പാവപ്പെട്ട വെച്ചല്ലേ, കൊടുത്തേക്കാം. എടുത്തോ. ഇനി 4 ഗിഫ്റ്റും കൂടെ ഉണ്ട്. എടുത്തോ, ഇനി ഓർഡർ നോക്കണ്ട, ഇനി നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. അതെന്താണെന്നറിയാം, എനിക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. കാരണം റാപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇപ്പോൾ. ആ മിഠായി പോലെ ഞാൻ പണിഞ്ഞു വെച്ചേക്കോ. ആ, എനിക്കൊരു ക്യൂരിയോസിറ്റി എന്തായിരിക്കും ഇതിൻ്റെ അടുത്തുള്ളത്. ഇത് പൊതിഞ്ഞപ്പം അലിക്ക് നല്ല ടൈം ഉണ്ടായിരുന്നു. അവള് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സിസ്റ്റേഴ്സ് വെച്ചിട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോൾ റാപ്പ് ചെയ്യുന്നത്, അൺറാപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി വന്ന് തുറന്ന് നോക്കി തിരിച്ചയക്കേണ്ടല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ അതിനെ ഗിഫ്റ്റ് പേപ്പർ വെച്ചും കൂടെ റാപ്പ് ചെയ്താണ് വെച്ചേക്കുന്നത്. അത് അവരുടെ പാക്കിംഗ് അല്ല, എൻ്റെ പാക്കിംഗ്. അതിലെന്തോന്ന് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി ഒരു സിസേഴ്സ് എടുത്തുകൊണ്ട് വരുന്നത് വളരെയധികം നല്ലതായിരുന്നു. ഇനിയുള്ളതൊക്കെ പെട്ടെന്ന് വിളിക്കാൻ പറ്റും. അത് മാത്രം അങ്ങനെ വെച്ചതുകൊണ്ട് ഇത് ആക്ച്വലി അവൾ യൂസ് ചെയ്യാറില്ല, വീഡിയോയ്ക്ക് വേണ്ടി. യൂസ് ചെയ്യാൻ, ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ പോലെ ഇപ്പം കൊടുക്കുക. കളർ ക്യൂൻ ലിപ് ബാം ഓർ ലിപ്സ്റ്റിക്? ലിപ് ബാം. ഓക്കെ, നീ റോട്ടി വലിയ റോസ്റ്റ് എനിക്ക് പെട്ടെന്ന് ലഭിക്കും. നമ്മൾക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈവൻ അച്ഛൻ അവിടെ അലിയെ അലി അങ്ങ് ആവശ്യം തുറച്ചാൽ പൊട്ടിച്ചു കളഞ്ഞു. ഇവിടെ തുറന്നു, ഇനി പത്രം തുറക്കുന്നു. ഇത് ഇവർക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തതാണ്. എന്തും അറിയോ? ലഞ്ച് ബോക്സ്. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടേ കഴിക്കുന്നു. ഇത് ലഞ്ച് ബോക്സ് അല്ല, ഇത് ബാംഗിൾസ് വെക്കാനുള്ളൊരു ബോക്സാണ്. നമുക്ക് പൊടിയൊന്നും കയറാതെ ബാംഗിൾസ് ഇങ്ങനെ ഓപ്പൺ ആക്കാം. എന്നിട്ട് ഇതിലിങ്ങനെ ഓരോ ഇതുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബാംഗിൾസ് കയറ്റിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. പൊട്ടത്തൊന്നുമില്ല ബാംഗിൾസ്. അതിൻ്റെ ഒരു സിമിലർ ഐറ്റം ആണിത്. ഈ സാധനം അതിൻ്റെ ഒരു സിമിലർ ഐറ്റം. ഞാൻ ഇരിക്കുന്ന ഇപ്പോൾ വേസ്റ്റിൻ്റെ നടുക്കാണ്. വേസ്റ്റ് പേപ്പേഴ്സിൻ്റെ നടുക്കായിട്ട് ഞാൻ നമ്മളുടെ ഒരു ബോക്സാണ്. ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ബോക്സസ് ഒക്കെയാണ് ഞാൻ എനിക്ക് വാങ്ങിയത്. ഇത് നമുക്ക് അത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട്
അതങ്ങനല്ല വന്നത്, നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു മിനിറ്റ്, ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം, എന്നിട്ട് നമുക്കിങ്ങനെ അടുക്കി കൊടുക്കാം എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ച്. അപ്പം നമുക്ക് എന്തെങ്കിലും മുത്തുകളോ കമ്മലോ അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റോറേജ് ചെയ്യാം. രാവിലെ എടുക്കാനൊക്കെ എളുപ്പമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ളവർക്ക് എടുക്കാൻ നല്ല എളുപ്പമായിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരൊറ്റ ബോക്സ് ഇടുന്നു. എനിക്ക് എന്താണെന്ന് വാങ്ങിച്ച എനിക്കും അറിയത്തില്ല, പൊതിഞ്ഞ അവർക്കും അറിയത്തില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പൊളിച്ചിട്ടില്ലേ അപ്പൊ? ഓക്കെ നമ്മളിതൊക്കെ ഓർഡർ ചെയ്ത് സാധനം വന്ന് മറന്നുപോയി. സമയം ശരിയല്ല എന്നാണ് കുട്ടിയുടെ ഒരു ഇത്. നമ്മൾ സമയം ശരിയാക്കാൻ ഇട്ട് കാണിക്കാവരെ. ഇതാണ് കൊതിപ്പിക്കങ്ങോട്ടവരെ. ഐറ്റം ഈസ് വാച്ച്. ഈ കയ്യിലും കൂടെ ഇട്ട്. അല്ല, ശത്രുവിന്റെ ഒരെണ്ണം ഞാനിട്ടു, സമയം ഒരെണ്ണം ഞാനിട്ട്, ഒരെണ്ണം ഇവളിട്ടു, ഇനി ഒരെണ്ണം അവളിട്ട്. അങ്ങനെ 3 ഡിഫറെന്റ് കളേഴ്സിന്റെ വാച്ചാണ് നമ്മുടെ ക്ലച്ചേഴ്സിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വരുന്നത്. സാധനം എന്താ നൈസ് അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മളുടെ പുന്നാര മോൾക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ്. ഒരുപാടുണ്ട്. ആഷ് കളറ്, പീച്ച് ആൻഡ് ബ്ലാക്ക്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ വീഡിയോസ് ഇനി വരുന്നതായി. അപ്പൊ എന്താ ബർത്ത്ഡേക്കാർക്ക് പറയാനുള്ള? ഒരുപാട് പേര് കമന്റ് ഇട്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേന്ന്. അങ്ങനെ കമന്റ് ഇട്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.